ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ തയ്യാറെടുത്ത് ചോറും കറികളൊക്കെ റെഡിയാക്കി അങ്ങനെ ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു എളുപ്പത്തിലുള്ള ക്യാബേജ് മെഴുക്കുരട്ടി. ക്യാബേജ് മെഴുക്കുരട്ടി ഇതുപോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ക്യാബേജ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈസി ക്യാബേജ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ക്യാബേജ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. കുറുകെ ഇങ്ങനെ നമ്മൾ സ്ക്വയർ ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി പെർഫെക്റ്റ് ആവില്ല. ഈ ഒരു മെഴുക്കുരട്ടിക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നീളത്തിലൊന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഉപ്പും വേണം. അല്ലാതെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ പച്ചമുളകിന്റെ എരിവിലാണ് നമ്മൾ ഈ ഒരു മെഴുക്കുരട്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലോ നോൺ സ്റ്റിക് പാനിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ സൗണ്ട് കേട്ടത് താഴെ നിന്ന് ബെല്ലടിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ താഴെയും മേളിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. താഴെ ബെല്ലടിക്കാൻ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം ബെല്ലടിക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണെങ്കിലും ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കേൾക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഞാൻ മെഴുക്കുരട്ടികളിൽ കടുക് ചേർക്കുന്ന ആളാണ് കേട്ടോ. നിങ്ങളൊക്കെ ചേർക്കാറുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് മെഴുക്കുരട്ടിയിലൊക്കെ കടുക് ചേർത്താലേ ഒരു സംതൃപ്തി വരുള്ളൂ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ 2 സ്റ്റേജ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ കടുക് ചേർക്കുക എന്നുള്ളതും വറ്റൽമുളക് ചേർക്കുക എന്നുള്ളതും സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ചേർക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ മെഴുക്കുരട്ടിയിലും കടുക് ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ 2 കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ആദ്യമേ പച്ചമുളക് ചേർക്കരുത്. പച്ചമുളക് പൊട്ടിത്തെറിക്കുക എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ അത് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. പച്ചമുളക് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ മുഖത്തേക്കൊക്കെ വീഴുന്നതിലും നല്ലത് നമ്മൾ ആദ്യം സവോളയൊക്കെ ചേർത്തിട്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വറ്റൽമുളക് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളപ്പോൾ ഇത് 2 ചെയ്യുന്നില്ലെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റ് സവോള ചേർക്കുക. അതിനുശേഷം പച്ചമുളകൊക്കെ ചേർക്കുക. ഇനിയിപ്പോൾ ഞാൻ സവോള ചേർക്കുകയാണ്. ഇതിൽ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 20 ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മെഴുക്കുരട്ടിക്ക്. പിന്നെ എല്ലാവർക്കും ഉള്ളി ഇന്ന് നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളി നന്നാക്കാൻ മടിയില്ലാത്ത ആളുകളാണെങ്കിൽ ഉള്ളി തന്നെ ചേർത്തോളൂ. ഉള്ളി നന്നാക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് സവോള ചേർത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ സവോള ഒന്ന് ലൈറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കണം. പച്ചമുളകിൻ്റെ എരിവൊക്കെ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ സവോളയുടെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കേണ്ടതായിരുന്നു. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ഒന്നും ഇട്ടുപോയി. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ബർണറിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഓവർ കുക്ക് ആയി പോവാതെ സവോളയൊക്കെ ബ്രൗൺ ആയി പോവാതെയൊക്കെ നമ്മുടെ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, ക്യാബേജ് ചേർത്തിട്ട് ഉപ്പ് ചേർക്കുള്ളൂ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി അധികം കുക്കാവണ്ട. ബാക്കിയുള്ളത് ക്യാബേജിൻ്റെ കൂടെ ചേർന്നിട്ട് കുക്കായി വന്നോളും. വല്ലാതെ അങ്ങോട്ട് കളർ ചേഞ്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല നമ്മുടെ മെഴുക്കുരട്ടി. എന്ത് റെസിപ്പി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാണാൻ ഭംഗിയോടുകൂടി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിലാണ് കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായൊരു സംതൃപ്തി ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക കേട്ടോ, എത്ര പച്ചമുളക് വേണം എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൊരു മെഴുക്കുരട്ടി ക്യാബേജിൻ്റെ ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത ക്യാബേജ് മെഴുക്കുരട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ആ വീഡിയോ കിട്ടും. അപ്പോൾ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴും നമ്മൾ ക്യാബേജ് തോരനൊക്കെയല്ലേ ഉണ്ടാക്കുക.
ക്യാബേജ് മെഴുക്കുരട്ടികൾ വളരെ കുറവാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ക്യാബേജ് മെഴുക്കുരട്ടികളും കൂടി ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പോൾ ക്യാബേജിൻ്റെ എന്നും ഉണ്ടാക്കുന്ന ആ തോരനിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം ആയിട്ട് പല രീതിയിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാം. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ആ റോ സ്മെല്ലൊന്ന് മാറി വരണം. പിന്നെ ഇതിൽ എരിവ് കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും പച്ചമുളക് ചേർക്കുക എന്നുള്ളതാണ്. അധികം എരിവ് ഉണ്ടാവില്ല ഈ ഒരു മെഴുക്കുരട്ടിക്ക്. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വറ്റൽമുളകിൻ്റെ ചെറിയൊരു എരിവും കൂടി കിട്ടും. അപ്പോൾ ക്യാബേജ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാബേജ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ക്യാബേജ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് ക്യാബേജിൻ്റെ ഇൻസൈഡിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ടോ ക്യാബേജ് ഉപയോഗിച്ചിട്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരൊക്കെ ചെയ്യാറുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് ഓർക്കണം. ഉപ്പ് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കട്ടെ. അപ്പോൾ നമുക്ക് ഒറ്റ ഇളക്കലിൽ കാര്യങ്ങൾ നോക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ക്യാബേജ് ഒന്ന് മിക്സ് ചെയ്യുന്നത് വരെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോള കരിഞ്ഞു പോരുതല്ലോ, അതും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിലും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാബേജൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കി മിക്സ് ചെയ്യാം. എൻ്റെ ഈ പാനിന് കറക്റ്റ് അടപ്പല്ല, കുറച്ച് ചെറിയ അടപ്പാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്യാബേജ് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ സവോളയുടെ ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ. അപ്പോൾ സവോള വല്ലാതെ ബ്രൗൺ ആവണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്കൊന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ ചേർത്തിട്ട് തോരനാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം റെസിപ്പി തന്നെ നമുക്ക് തോരനാക്കി എടുക്കാം കേട്ടോ. പിന്നെ എല്ലാം ക്യാബേജ് തോരൻ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മെഴുക്കുരട്ടി ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കട്ടെ. എരിവ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാബേജിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നീളത്തിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിടുമ്പോൾ പച്ചമുളകിന് നീളം കൂടുതലായിരിക്കും. ഇനി ഒന്ന് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പും എരിവും ആവശ്യത്തിനുണ്ട്, ഞാൻ ഇനി ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ക്യാബേജ് ഒന്ന് കുക്കായി വരട്ടെ. നന്നായിട്ടൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എല്ലാം നമുക്ക് ഒരുമിച്ച് ആക്കി വെച്ച് കൊടുക്കാം. നല്ലൊരു മെഴുക്കുരട്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇനി മെഴുക്കുരട്ടി റെഡി ആയി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ക്യാബേജ് രണ്ടാമത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്കായി പോകരുത്, വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇത് കണ്ടോ, ഇതുപോലെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ക്യാബേജ് മെഴുക്കുരട്ടി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാബേജ് മെഴുക്കുരട്ടിയുടെ പരിപാടി. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നൊരു മെഴുക്കുരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ക്യാബേജിൻ്റെ തന്നെ വേറെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാബേജിൻ്റെ റെസിപ്പീസ് കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന രീതികളൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മെഴുക്കുരട്ടി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂട് മാറി കഴിയുമ്പോൾ കഴിക്കാം കേട്ടോ. എല്ലാ റെസിപ്പികളും ചൂട് മാറി കഴിയുമ്പോൾ കഴിക്കുന്നതും ചൂടോടുകൂടി കഴിക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ചൂട് മാറി കഴിയുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായോ ഇല്ലയോ, ഈസി ആയിരുന്നോ, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുതേ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പിന്നെ പതിവ് പോലെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.